എൻ്റെ വീട്ടിലും വന്ന് ചോദിക്കും, നിന്റെ തള്ളയെടുത്തും ചോദിക്കും, പെങ്ങടുത്തും ചോദിക്കും. എനിക്ക് ഒരു പ്രശ്നമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, മൈക്കും കൊണ്ട് എൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ പറയും. ഞാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അമ്മച്ചോർന്ന് ചോദിക്കും, ആദ്യ രാത്രി പാല് കുടിക്കുന്ന എന്തിനാ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ ചോദിച്ചു, എന്തിനാ ആദ്യ രാത്രി പാല് കുടിക്കുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ പാല് കൂടി എന്താണെന്നുള്ളത് ചിന്തിക്കാത്തതുണ്ട്. ഒരു പെങ്കൊച്ചിനെ പറഞ്ഞ ആൻസർ ഉണ്ട്. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത്, എൻ്റെ അച്ഛനും അമ്മയും കൂടെ വളർത്തിയ പെങ്കൊച്ചിനെ അല്ല ഞാൻ സ്നേഹിച്ചത്. അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവളെ വയറ്റിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അവളെ കൂടെ കൊണ്ട് നടക്കാനുള്ള ബാധ്യത എനിക്കുണ്ടാവണം. പിന്നെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സ് വരുന്നതിനെ നേരിടുന്നത് എങ്ങനെയാണ്? നേരത്തെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ പറയും ഇതുമായിരുന്നു, എന്നെ എന്താ ഊളെ മറ്റേ മോനെന്നൊക്കെ വിളിക്കും. ഞാൻ പറയും സോറി ബ്രോ, നിങ്ങളുടെ അച്ഛനായിരിക്കും മെസ്സേജ്, ഞാൻ ആളല്ലെന്ന് പറയും. നിങ്ങളുടെ പിതാവിന് അയച്ച മെസ്സേജ് ആയിരിക്കും, ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും എന്നൊക്കെ പറയും. ഇപ്പൊ ഞാനല്ല ചിരിച്ച് കാണിക്കത്തുള്ളൂ. ചില സമയത്ത് നമുക്ക് നമ്മുടെ കൺട്രോൾ പോയി എന്തെങ്കിലും പറയും. പക്ഷെ അത് പറയാതിരിക്കണം നല്ലത്. എന്താ വെച്ചാൽ ഇവരെയൊന്നും ആർക്കും അറിയത്തില്ല. നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ അതിന്റെ തന്തയാന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കുമ്പോൾ ഇത് വന്ന് കാണുന്ന നമ്മുടെ സ്റ്റാൻഡേർഡുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അവർ വിചാരിക്കും ഞാൻ എന്താ അങ്ങ് റിപ്ലൈ കൊടുത്തേ, ഞാൻ ശരിയല്ലെന്ന് വിചാരിക്കും. നമ്മളവിടെ തിരിച്ച് കാണിച്ചേക്കുക. പിന്നെ ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ പറയിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ടന്റുകൾ അങ്ങനെ മാറി വരുന്നതനുസരിച്ച് ഈ പറയുന്നോട്ട് അവർ മാറി പറയും. അവരൊന്നും കോൺസ്റ്റന്റ് അല്ല. നമ്മൾ ആരും കോൺസ്റ്റന്റ് അല്ലല്ലോ. മാറ്റമില്ലാത്ത മാറ്റം ഒന്ന് വാക്കുന്നല്ലേ ഉള്ളൂ. നമ്മുടെ പല പ്രവൃത്തി കൊണ്ട് അവർ നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അത് മാറുന്ന അവസ്ഥയിൽ ഒരു പോസിറ്റീവ്. പിന്നെ എല്ലാവരും കൊണ്ട് പോസിറ്റീവ് നമുക്ക് പറയിപ്പിക്കാനും പറ്റത്തില്ല. പറയിപ്പിക്കാൻ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നോക്കുമ്പോ പണ്ട് പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കുമ്പോ കുറച്ച് അമച്വർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമച്വർ ക്വസ്റ്റ്യൻസ് ആയിട്ട് അന്നും ഇന്നും തോന്നിയിട്ടില്ല. ഇനിയും ചോദിക്കുകയും ചെയ്യും. ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അമച്വർ എന്ന് ചോദിക്കും, ആദ്യ രാത്രി പാല് കുടിക്കുന്ന എന്തിനാ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ ചോദിച്ചു, എന്തിനാ ആദ്യ രാത്രി പാല് കുടിക്കുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ പാല് കൂടി എന്താന്നുള്ളത് ചിന്തിക്കാത്തതുണ്ട്. ഒരു പെങ്കൊച്ചെന്നെ പറഞ്ഞ ആൻസർ ഉണ്ട്, ആദ്യ രാത്രി പാല് കുടിക്കുന്നതിന് ഒരു എനർജി ഒക്കെ വേണ്ടേ പരിപാടിക്ക് പോലെ. ഞാൻ ചോദിക്കട്ടെ, ആദ്യ രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ നടക്കുന്നത്? സെക്ഷൽ റിലേഷൻഷിപ്പ്. ഒരു പ്രശ്നമില്ല അവിടെ. അവിഹിതമല്ല നടക്കുന്നത്, അവിടെ അനാശാസ്യമല്ല നടക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതുകൊണ്ട് അവിടെ കൊച്ചുണ്ടാവുന്നത്. അതൊരു നല്ല പ്രോസസ്സാ. അത് അവിടെ പറയാൻ ഇവിടെ നമുക്കാണ് പ്രശ്നം. അത് നാണക്കേടാ അത് പറയാൻ. എന്തുകൊണ്ട് അവിടെ നടക്കുന്നത് ഒരു മാന്യമായിട്ടുള്ള പരിപാടിയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലാണ് ചെയ്യുന്നത്, ഒരു ഉടായ്പുമില്ല. പക്ഷെ അതിന് ഇന്റർവ്യൂലി ഇങ്ങനെ വരണമെന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അമ്മച്ചർ എന്ന് പറയുന്നത്, ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇട്ട ടൈറ്റ് ഊരാൻ ലൂസാന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ ഞാൻ പണ്ട് ചെയ്തു. ആ സമയത്ത് ഈ പറയുന്ന ഒരു ഡബിൾ മീനിങ് രീതി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, അന്ന് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇന്റൻഷ്യലി ഇത് അങ്ങനെ തന്നെ വരണോ എന്നുള്ള രീതിയിലേക്ക്, ഇത് മറ്റേത് ചിന്തിക്കണോ എന്നുള്ള രീതിയിലേക്ക് ഇവർക്ക് ക്ലൂസ് ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ചിന്ത വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ആരും ചോദിക്കരുതെന്ന് പറയുന്നു. അത് ഞാൻ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ, പക്ഷെ ഇപ്പൊ കറക്റ്റ് ടൈമായി. അത് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങൾ ഒരാളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ തന്നെ ചോദിക്കാം, നിങ്ങൾക്ക് ഒരാളുടെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമാണ്, നിങ്ങൾ പ്രേമിച്ചു, പ്രേമമാണ്, പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നിങ്ങൾ അറിയുന്നു അയാൾ നിങ്ങളുടെ സഹോദരനാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങളെ ഉത്തരം പറയണ്ട. നിങ്ങൾ സ്നേഹിച്ചു, ഭയങ്കര പ്രേമമാണ്, പ്രേമിക്കാമല്ലോ, ഒരു മനുഷ്യനാവുമ്പോൾ പ്രേമിക്കാം. അയാൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അറിയുന്നു നിങ്ങളുടെ പണ്ട് എപ്പോഴും നഷ്ടപ്പെട്ട ഒരു സഹോദരനാണ്. നിങ്ങൾ അയാളെ വിവാഹം കഴിക്കൂ ഇല്ലയോ? വളരെ ഈ ക്വസ്റ്റ്യൻ എന്തിനാ ചോദിക്കുന്നത്? അവിടെ ചിന്തിക്കുന്നത് സഹോദരി കല്യാണം കഴിക്കാൻ പറയുന്നതാണോ ഇല്ലയോ? എന്നിട്ട് എന്താ ഇപ്പൊ സംഭവിച്ചത്? എന്താ 1000 ബേബീസ് എന്ന് പറഞ്ഞ സിനിമ വന്നു. സിനിമയിൽ എന്താ ചർച്ച ചെയ്യുന്നത്? ഇത്രയും കുട്ടികളെ മാറ്റി കിടത്തി. ഇനി ചിന്തിച്ചു നോക്കി, ആലപ്പുഴയുള്ള പലരും കല്യാണം കഴിച്ചേക്കുന്ന സ്വന്തം സഹോദരിയാണെന്നുള്ള രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ചോദ്യം ഇല്ലെന്ന് പറയുന്നതിലല്ല, കൃത്യമായി ഉത്തരം കൊടുക്കുന്നതില്ല അവിടെ കാര്യം. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, മൈക്കും കൊണ്ട് എൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ പറയും. അതാണല്ല, കമന്റിൽ ഉത്തരം കൊടുക്കണ്ട, മൈക്കും കൊണ്ട് എൻ്റെ അടുത്ത് പോവാ. ഇപ്പൊ ഈ പറഞ്ഞവന്മാർ പറയാം എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാൻ, എൻ്റെ വീട്ടിലും വന്ന് ചോദിക്കും, നിന്റെ തള്ളയെടുത്തും ചോദിക്കും, പെങ്ങടുത്തും ചോദിക്കും. എനിക്ക് ഒരു പ്രശ്നമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഏത് രീതി ചോദിക്കണമെന്ന്. ഒരാളെ പിടിച്ചെടുത്ത് കെട്ടിയിട്ടല്ല ചോദിക്കുന്നത്. നമ്മൾ മൈക്കും കൊണ്ട് ചെന്നിട്ട് സഹോദരി സഹോദര നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ, ഞാൻ ചോദിച്ചോട്ടെ, അതിനുശേഷം ഇത് ഇട്ടോട്ടെ എന്ന് ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ ഇടുന്നത്. അല്ലാതെ ഇവർ കാണുന്ന സമയത്ത് 1.5 മിനിറ്റേ കാണത്തുള്ളൂ. അതിന് ബാക്കിൽ നമ്മൾ ഉത്തര പ്രോസസ്സ് ഉണ്ട്. എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുന്നതിലല്ല, നമ്മളത് ചോദിച്ച് കൃത്യമായ ഉത്തരം കിട്ടുന്നതില്ല. ഇതൊരു ചോദ്യം തന്നെയല്ലേ, ചിന്തിക്കണ്ടേ? സിറ്റുവേഷൻ നടക്കുന്നില്ലേ? നമുക്ക് പണ്ടപ്പോഴും നഷ്ടപ്പെട്ട ഒരു സഹോദരനെയാണ് നമ്മൾ ഇന്ന് പ്രേമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ തരണം ചെയ്യണം? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ അടുത്ത് ഒരാൾ വരുന്നു, എങ്ങനെ തരണം ചെയ്യണം? അതാണ്. എന്താ ഉത്തരവില്ലാത്ത എന്താ നിങ്ങൾക്ക്? എന്താ ഉത്തരവില്ലാത്ത എന്താ? അവിടെ ചോദ്യം ചോദിക്കാതിരിക്കുന്നതല്ലോ, വ്യക്തമായി ഉത്തരം പറയുന്നതല്ല. നിങ്ങൾക്ക് അപ്പോൾ തുറന്ന് സ്റ്റേണായിട്ട് പറയാൻ പറ്റണം. അവനെ ഞാൻ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ സഹോദരനായിട്ടല്ല കണ്ടു പ്രേമിച്ചത്, അവനെ ഞാൻ ഇഷ്ടപ്പെട്ട സഹോദരനായിട്ടല്ല, അവനിൽ ഞാൻ ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ സഹോദരനായിട്ട് കണ്ടല്ല. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ സ്നേഹിക്കുകയും അവൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുമെന്ന് മനസ്സിൽ കൈവച്ച് പറയാനുള്ള ഉറപ്പ് ഈ പറയുന്ന ഒരു സാമാനത്തിന് ഉറപ്പില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഉറപ്പുണ്ട് പറയാൻ, എനിക്ക് അങ്ങനെ പറയണമെന്നും അറിയാം. ഞാൻ അവിടെ പെങ്ങളായിട്ട് കണ്ടല്ല സ്നേഹിച്ചത്, ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും കൂടെ വളർത്തിയ പെൺകുച്ചിനെ അല്ല ഞാൻ സ്നേഹിച്ചത്. അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവളെ വയറ്റിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അവളെ കൂടെ കൊണ്ട് നടക്കാനുള്ള ബാധ്യത എനിക്കുണ്ടാവണം. അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അതില്ലാത്തിടത്തോളം കാലം ഈ പറയുന്നത് ഉത്തരവല്ല, തേങ്ങയില്ലെന്നൊന്നുമല്ല. എൻ്റെ അടുത്ത് വന്ന് ചോദിക്കട്ടെ, എൻ്റെ അടുത്ത് ആദ്യ രാത്രി പാല് കുടിക്കുന്നതെന്ന് ചോദിക്കട്ടെ, എന്തിനാന്ന് ചോദിക്കട്ടെ, ഞാൻ പറയും പാല് കുടിക്കണമെന്ന് ചോദിക്കും, പറയും. എനിക്കതിന് പേടിയില്ല. ഈ ചോദ്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഏത് നിമിഷം എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ടുള്ള അതേ ടോണിൽ എന്നോട് ചോദിക്കാം. എനിക്കതിന് വ്യക്തമായ ഉത്തരവുണ്ട്. ഉത്തരം കേട്ടിട്ട് നിങ്ങൾ എന്നെ ഒന്ന് പറയരുതെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കുഴപ്പം. ഇവിടെ
നമുക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റാത്ത വരുന്ന സിറ്റുവേഷനിലാണ് ഈ പറയുന്ന പോലെ ഈ അങ്ങനത്തെ ചോദ്യം ഇങ്ങനെ ചോദ്യം നമ്മൾ മറുപടി കൊടുത്താൽ ആരും ഒന്നുമില്ല. ഒരു പെണ്ണിനെ വന്നിട്ട് ഒരുത്തം വന്നിട്ട് നോണ്ടിയും ഇതും ചെയ്യും ബസ്സിലൊക്കെ വെച്ചിട്ട്. പെൺപിള്ളേരെ സംബന്ധിച്ചുള്ള ഒതുങ്ങി പണ്ട് കാലത്ത് പോകുമായിരുന്നു. തിരിച്ചു എന്താണ് ആ മയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ അവൻ നിന്ന് വിറയ്ക്കും. ഒരു ആണിന്റെ അടുത്ത് ചിലപ്പോൾ അവൻ പ്രതീക്ഷിക്കുമായിരിക്കും, പക്ഷെ ഒരു പെണ്ണിന്റെ അടുത്ത് ചിലപ്പോൾ പ്രതീക്ഷിക്കത്തില്ല. ആ ചോദ്യമാണ് ഉണ്ടാവേണ്ടത് പലയിടത്തും, അല്ലാതെ ഒതുങ്ങി മാറി പോലല്ല. പോണെങ്കിൽ കാരണക്കുറ്റിക്ക് അടി കൊടുക്കണം, അത് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ അയ്യോ പേടിച്ച് ചേട്ടാന്ന് പറഞ്ഞ് മാറിപ്പോലല്ല വേണ്ടത്. അതില്ലാതെ നമ്മൾ ചോദിക്കരുത്, ആ ചോദ്യം ചോദിക്കരുത്. പണ്ടിലെ പറയുന്നു കേട്ടാ, പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ കൈവക്കരുത്, മിണ്ടരുത്, ആണുങ്ങൾ ഇന്നടുത്ത് നിൽക്കണം. അതല്ല, നമ്മൾ തിരിച്ച് ചോദിക്കും, മറുപടി പറയുന്നതിലൂടെ മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ മാറത്ത് തുണിയിടാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് ഇന്ന് ഏത് ഇഷ്ടത്തിലുള്ള രീതിയിൽ ആണുങ്ങൾക്കാണെങ്കിൽ പോലും ചിലരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ട കാലഘട്ടത്തിൽ നിന്ന് മാറി നിവർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചത് കൊണ്ടും പറഞ്ഞത് കൊണ്ടും ഒക്കെ തന്നെ. നമ്മൾ അന്നും ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്നൊരാൾക്കും തുണിയിടാൻ പറ്റത്തില്ലായിരുന്നു, കാത് കമ്മലിടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഈ പറയുന്ന തൊട്ട് ആ ഒരു രീതി അപ്പം ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. ഏത് മറ്റേമോം വന്നാലും ഏത് മറ്റേമോട് വന്നാലും ഞാൻ ചോദിക്കാനുള്ള ചോദിക്കുക തന്നെ അതിൽ ഒരു സംശയമില്ല. ഉത്തരവില്ലാത്തൊരു വായി പഴം കയറ്റി വെച്ചോണ്ട് ഇരുന്നോട്ടെ, അതേ ഉള്ളൂ. അത് ആർക്കും എന്തെങ്കിലും നെഗറ്റീവ് തോന്നിക്കഴിഞ്ഞാൽ ക്ഷമിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു രീതിക്ക് ചോദിക്കുന്നതല്ല, നമുക്ക് വ്യക്തമായിട്ട് ആളുടെ അടുത്ത് പെർമിഷൻ മേടിച്ച് തന്നെ ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കരഞ്ഞു പോയി കുട്ടി, കുട്ടിയെ കരയിച്ചു കളഞ്ഞു. ഇല്ലില്ല, ഞാനതല്ല, ഞാൻ ഇങ്ങനെ ഇപ്പൊ ഞാൻ വീട് ആരെ മുമ്പ് സണ്ണിലിയോടെ കൊണ്ട് കാണിക്കാം. ഉറങ്ങി കുട്ടി, ഉറങ്ങി. ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് അതിനെ പറ്റി ചിന്തിക്കുവായിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും എന്റെ കൂടെ വരുമെന്ന് തോന്നുന്നു. പോവാൻ നേരത്തെ എന്റെ കൂടെ ഒരു ചേട്ടാ, എനിക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്, എന്നെ കൊണ്ടുപോകോ. ഇല്ല ഇല്ല, ആ പേടി വേണ്ട. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഈ തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അത് എത്ര കാലം കൊണ്ടാണ്, മീൻസ് എങ്ങനെയാണ് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കാൻ? ഞാൻ പണ്ട് ഇങ്ങനൊന്നുമല്ല. എനിക്ക് പണ്ട് പെണ്ണുങ്ങളെ ജോലിക്ക് വിടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. കിട്ടുന്ന പെണ്ണിനെ വീട്ടിൽ തടച്ചിടണമെന്നായിരുന്നു എന്റെ മെന്റാലിറ്റി. അതേപോലെ തന്നെ അതെന്തോ അറിയാം, ഞാൻ ഒന്ന് വിചാരിച്ചിരുന്ന പറഞ്ഞാൽ അതിനും നമ്മൾ കാലാന്തരമായിട്ട് മാറ്റപ്പെട്ട കാര്യം. അന്ന് എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ, ഞാൻ പ്ലസ് ടുവിന് എത്തിയ സമയത്ത് ഞാൻ പഠിക്കാൻ വീക്കാരെന്ന് പറഞ്ഞല്ലോ. നമ്മൾ പ്ലസ് ടു 10ാം ക്ലാസ് എങ്ങനെയും പാസ്സായി പ്ലസ് ടുവിന് എത്തിയ സമയത്ത് കൂടെ ഉള്ളതെല്ലാം ഇംഗ്ലീഷ് മീഡിയം, ഞാൻ മലയാളം മീഡിയം. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പിള്ളേർ അവരുടെ ഒരു സർക്കിളുണ്ട്, നമ്മളോട് മിണ്ടത്തും കറയത്തും ഒന്നുമില്ല. അപ്പൊ അന്ന് വിചാരിക്കുന്നത് എന്താ, ഈ പഠിക്കുന്ന പെൺപിള്ളേരില്ലെങ്കിൽ ഇവിളുമാരൊക്കെ ജാടക്കാരി അഹങ്കാരികളാണ്, അപ്പൊ ഇവിളുമാരെ ഒന്നും ഒതുക്കണം, ഇവിളുമാരെ ഒന്നും അങ്ങനെ മൈൻഡാ. പക്ഷെ പിന്നീട് അറിഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാം പാവങ്ങളാണ്. നമ്മളെ പലപ്പോഴും ആൺപിള്ളേർ പലരും യൂസ് ചെയ്യുന്നത് വെച്ചിട്ടാണ് പെൺപിള്ളേർ പലരും മോശമായി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പലയിടത്തും നടക്കുന്നത്. ഈ തേപ്പുകാരി എന്ന് പറയുന്ന പല പെൺപിള്ളേർ വിഷയത്തിലും അതിലൊരു 50% ഈ ആണുങ്ങൾ തന്നെ കാരണം. കൃത്യമായ സമയത്ത് കൃത്യമായ ആൻസർ അവന്മാർ കൊടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ എൻ്റെ ലൈഫിൽ തന്നെ അറിയാം. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പെൺപിള്ളേർ, വേറെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു കെട്ടാൻ പറ്റുമോ, അപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന സാഹചര്യം ഉണ്ട്, എനിക്കറിയാം. അവസാനം മാന്യമായിട്ട് അവൾ തന്നെ പറയാം, എനിക്ക് പിന്നെ വീട്ടിൽ ആലോചിക്കുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ, ഞാൻ മിണ്ടിയില്ല. അതിനുശേഷം അവൾ കല്യാണം ഉറപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം അവളെ തേച്ചിട്ട് പോയിട്ട് പറയുന്നല്ലോ അന്തസ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഉത്തരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടും കൃത്യമായിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാത്ത തേപ്പുകാരികൾ പെണ്ണ് കൃത്യമായ സ്നേഹമാണെങ്കിൽ, അത് ആത്മാർത്ഥമാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ കാര്യം എങ്ങനെ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വായനയും അറിവും കാലാന്തരമായിട്ട് ഈ വീഡിയോസും യാത്രകളും ഒക്കെയാണ് കുറച്ച് ഈ വീഡിയോസിലൂടെയുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള യാത്രകളാണ് കുറച്ച് മാറ്റം വരുത്തിയത്. അങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് വന്നത്.